ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വൈകുന്നേരങ്ങളിലെ നല്ല ചൂട് കട്ടൻ്റെ കൂടെ നമ്മുടെ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടൂലേ മൊരുമൊരാന്നിരിക്കുന്ന ഒരു ഉള്ളിവട. ആ ഒരു ഉള്ളിവടൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നല്ല മൊരിഞ്ഞിരിക്കുന്ന ഉള്ളിവട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 2 വെല്ലുള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അല്പം ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കിയാൽ നമ്മൾ ഉള്ളിയിൽ നല്ല പോലെ ഒന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആ വെള്ളമൊക്കെ നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് ഉള്ളി നമുക്ക് മാറ്റി വെക്കാം. കണ്ടില്ലേ, അത്യാവശ്യം വെള്ളം ഉണ്ടാവും കേട്ടോ അതിൽ. അപ്പോൾ ഈ വെള്ളം പിഴിഞ്ഞെടുത്തില്ലെങ്കിൽ നമുക്ക് നല്ല മൊരാന്നിരിക്കുന്ന ഉള്ളിവട കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ പറയുന്നത്. അപ്പോൾ എല്ലാം തന്നെ ഞാനിവിടെ ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം ഇഞ്ചി ഒന്ന് കുത്തിച്ചതച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പച്ചമുളക് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ 2 ടീസ്പൂൺ അളവിൽ മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വലിയ ജീരകം ജസ്റ്റ് ഒന്ന് കുത്തിച്ചതച്ചിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വളരെ കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ആ ഉള്ളിയിലൂടെ നനവിൽ തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്തതാണല്ലോ, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഓരോ ചെറിയ ബൗൾസ് ആക്കി എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കാം. നമ്മൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ അതുപോലെ ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് അങ്ങനെ പരത്തി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ അതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിനായി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഓയിൽ നല്ല പോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മുടെ ഓരോ ഉള്ളിവടയും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറുവശം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ പുറവശം വേഗം കരിഞ്ഞു പോവും, അകവശം വേവാതാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഉള്ളിവട നല്ല പോലെ തന്നെ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ. ഇനി പെട്ടെന്നൊരു ഉള്ളിവട കഴിക്കണമെന്ന് തോന്നിയാൽ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയി തന്നെ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈവനിങ്ങിന് കട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിഡിലായിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എണ്ണക്കടികളൊക്കെ ഇങ്ങനെ പുറത്തൊന്നും വാങ്ങി കഴിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഉള്ളിവടയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.